മൃഗളാക്കളെങ്കിലും പഞ്ചായത്ത് രാജിവെക്കുക. പഞ്ചായത്ത് വെള്ളം പ്രസിഡന്റ് രണ്ട് പൊട്ടിക്കട്ടെ. എന്തിനാ പിന്നെ വിളിക്കാൻ ശ്രദ്ധിക്ക് ഉണ്ടാൻ പോന്നേ? ആ ചോപ്പ രാജ്യദ്രോഹിയാ. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സ്നേഹിതരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. കാലുമ ചവിട്ടല്ലേ? ഓ ഓ ഹരിതമനോജ്ഞമാം പൂക്കണം കോട്ടിൽ ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവ പാദം കൈവേണ. ഏതായി കുട്ടി? ഇവിടുത്തെ UDCയാ, നല്ല കുട്ടിയാ. ഹരിതമനോജ്ഞം വേണ്ടേ? അത് പറ്റില്ല. UDC പാടാൻ അനുവദിക്കാം. അതെ, പാടാൻ അനുവദിക്കണം. അടുത്തതായി എന്റെ അധ്യക്ഷ പ്രസംഗമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ അവസാനം പറഞ്ഞോളാം. അടുത്തതായി ഡോക്ടർ പശുപതിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Ladies and gentlemen, Mr. Panchayat President, Mrs. Panchayat President, other VIPs, welcome you to all. Sorry ട്ടാ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, എങ്ങനെ വരി എടുക്കണം? എന്താ ഈ ഇന്ത്യൻ പോലീസ് എങ്ങനെ പെരുമാറുന്നത് പറയൂ. മലയായിൽ 5 കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെയും ഈ പോക്കണം കൂടെ വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എൻ്റെ അച്ഛൻ ആറ്റുനൂറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ ബോയ്സ്. അലമുണ്ടാക്കണ്ട. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ പെറാക്, ജോഹോർ, കെഡ, കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണുന്നു. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്ത് ജീവനൊന്നും അച്ഛനമ്മയല്ലേ? സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറഞ്ഞു. പറയുന്ന എല്ലാവരും ഏറ്റു പറയണം.
എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ സഹോദരീ സഹോദരന്മാരാണ്. എന്റെ ഹൃദയം എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി ഈ പോക്കണത്തിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിക്കട്ടെ. തുടിച്ചുകൊള്ളട്ടെ. തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. നമസ്കാരം. എന്താ ഡോക്ടറെ? ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ഞാൻ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ആഹാ, എടാ പട്ടാളത്ത് പോയി പൊളിച്ച് അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് തന്നെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ? എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങടാ പട്ടി. അച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയൂ. മോനെ കീലേരി അച്ചു. എവിടെ എവിടെ എവിടെ? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങി വേടാ. നിക്കവിടെ. ഓടിക്കോ ഓടിക്കോ, കീലേരി കീലേരി. നീ എത്ര കാലം ഓടടാ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യല്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ സാറല്ലേ, സാർ ശരി സാറല്ലേ, വാതിലോർക്കടി. അച്ചുവേട്ടനാണ് കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാടാ തെണ്ടി? ഞാൻ പറയടാ. ഞാൻ സരള എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ കൂടി അവളെ ഇവിടുന്ന് കാലി അയച്ചോ? അല്ല, എന്താടാ നിന്റെ ജോലി? ഞാൻ മാജിക്. മാജിക്കോ? നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കൊടലെടുത്തളിയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ടാസ്ക്. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തനെ കുത്തി ജയിലിൽ പോയതാ. കുറെ കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരെ മുട്ടാൻ ധൈര്യമുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്. എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളതുണ്ടെങ്കിൽ ഇറങ്ങി വാ. കീലേരി അച്ചു ആരാന്ന് കാണിച്ചു തരാം. എടാ പട്ടാളം, ഇറങ്ങി വാടാ. ഒരുത്തനില്ലല്ലേ? നട്ടലുള്ള ഒരുത്തനില്ലല്ലേ? അച്ചുവാറ്റിനിപ്പോ പോണ്. എടാ, ഈ കീലേരി അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇറങ്ങടാ പുറത്ത്. ആരാ? ഈ വഴി പോവാം. ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു. എന്തച്ചു? കീലേരി. ഓ, ഇയാളെന്ന് രാത്രിയുടെ നിലവിളിക്കുന്നത്? ആ രാജു വേണ്ട. എന്താ സംഭവം എന്നറിയല്ലോ. വാ, ഇറങ്ങി വാടാ. ഇറങ്ങി വരാൻ. നീ ഏത് തെണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം നീ വാടാ. വേണ്ടട്ടോ, അയാളിൽ കത്തിയുണ്ട്, കുത്തും. നിന്നോട് തന്നെയാ പറഞ്ഞേ. രാജു, തന്നോട് കളിക്കാൻ ഞാനുണ്ട്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? അടിച്ചതിന്റെ ഏപ്പിളക്കി കളയും കഴിവേറി. അതെ, അതാണ് പറഞ്ഞേ. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട് എന്ന്. അയാൾ ഇവിടുത്തെ അനന്തരനെ കൊല്ലാൻ നടക്കാണ്. ആരിവനാ? ആണോടോ? അത് തമാശ. മോനേതാ? ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ.
മേലാൽ ഈ ഏരിയയിൽ എങ്ങനെ കണ്ടുപോയാ ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാം. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തിയത് സഹിക്കൂല കേട്ടോ. എന്റെ അമ്മജി വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പയറ്റ് തുടങ്ങാം. നീ വരൂ. എന്റെ അമ്മജി നീ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ തല പോയി തന്നെ അങ്കക്കലി കൊണ്ടുപോയി. മിടുക്കൻ, നന്നായി പയറ്റുന്നുണ്ടല്ലോ. അത് പിന്നെ എന്റെ ശിഷ്യനല്ലേ. ചുമ്മാ ഇരടെ. എവിടെ പഠിച്ചത്? തുളുനാട്ടില്. ഇവിടെ വന്നിട്ട് 2 ദിവസമായുള്ളൂ. ആ, അത് പറ. അതല്ലേ എന്റെ പൊന്നനിയ, സ്നേഹം കൊണ്ട് പറയാ, അധിക ദിവസം ഇവിടെ നിൽക്കരുത്. ഇപ്പൊ അനിയ നന്നായി പയറ്റുന്നുണ്ടല്ലോ, അതൊക്കെ പോവും, നാശമാവും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, പോണതിന് മുമ്പ് 5-6 നല്ല ചോറ് അമ്മാവനെ പഠിപ്പിച്ചിട്ടോ. ഒന്ന് പഠിക്കേ, ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാ. ആ, ഞാൻ പോട്ടെ. ശരി. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവാ. ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. ഓടേ. UDC കുമാരി, പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഇവളുടെ അങ്കലാവണ്യം പോക്കണംകോടിന്റെ ഹരമാകുന്നു. ഇത്തവണ നമുക്ക് തന്നെയാണ് ഭൂരിപക്ഷം. മഞ്ഞ പോകാം. ഈ ചെറുപ്പക്കാരനെ നോക്കൂ. ഊർജിത ക്ഷീരവികസന പദ്ധതി സഫലമാകുമ്പോൾ ഒരു ഉപോൽപ്പന്നം എന്ന പോലെ രൂപം കൊള്ളാവുന്ന പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ ഇന്നേ തയ്യാറായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സൊസൈറ്റി ബാലൻ എന്നെ സ്വയം വിശേഷിപ്പിക്കാറുള്ളൂ. എന്താ? ഞാൻ പിണങ്ങി. എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ UDC എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ബാലേട്ടാ. എന്താ വിളിച്ചേ? ബാലേട്ടൻ. കുമാരി പ്ലസ് ബാലൻ. ഈ നാട്ടിലെ സർവ്വ മതിലുകളിലും ഞാൻ എഴുതി വെക്കും, ബാലൻ പ്ലസ് കുമാരി. ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ നമ്മുടെ അതൊന്നും വേണ്ട ബാലേട്ട. അയ്യോ, അത് വേണം. അയ്യോ, ഓഫീസിൽ പോ, നേരമായി. ഞാൻ പോട്ടെ.
അതെ അച്ഛൻ തന്നെ. എന്താ സംശയമുണ്ടോ? അല്ല. എന്താണ് അവിടെ? ഇവിടെ സൊസൈറ്റി രൂപീകരിക്കും എന്റെ അമ്മയുടെ സൊസൈറ്റി. പോകാൻ. സാർ സാർ ഒരു അപരിചിതനാണ്. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ഒരു അപരിചിതനാണ്. വാതിൽ. ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച്, നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ആരാ ഈ പാതിരാത്രി കയറുമെന്ന് ഒച്ച വയ്ക്കുന്നേ? ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരവും കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ, മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? പോലായി മുഴുവൻ മണ്ണായില്ലോ. മുറ്റത്ത് വെച്ചാ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ അടിക്കുന്ന പറ്റിയൊന്നും ഇവിടെ ഇല്ല. ആരാമേ? ആ, ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC, നാട് കുറുവാഞ്ചേരി. ഇതാരാ, ഭാര്യയാണോ? കുറുവാഞ്ചേരി ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നോ? 25 കിലോമീറ്ററല്ലേ ഉള്ളൂ. സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാളെ കുറച്ചായേ. സൈക്കിൾ ഇറക്കി നോക്കണോ? നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അയ്യോ, എന്താ? ഉണ്ടോ? എവിടെ നോക്കട്ടെ. 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അത് ഇച്ചിരി കൂടുതലാണ്. എന്നാൽ സീറ്റ് എനിക്ക് വേണം. സീറ്റ് തരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. ഓ, സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കുമോ എന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല. അഡ്വാൻസ് ആയിട്ട് വരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC, കുറുവാഞ്ചേരി. ഏതവനാണത്? ഞാൻ ശങ്കരനാരായണൻ. അയ്യോ, എന്റെ ചട്ടിയൊക്കെ പൊട്ടിച്ചു. ഇയാൾ ഈ സൈക്കിൾ നോക്കിയിട്ട് എങ്ങോട്ട് പോകുന്നു? നോക്കിയാണോ സൈക്കിൾ? മുറ്റത്ത് വെച്ചാൽ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. കോലായി സൈക്കിൾ വെച്ചൊക്കെ ഞാൻ സമ്മതിക്കില്ല. എങ്ങോട്ട് ഇറക്ക്? അല്ല, പട്ടി. പട്ടി എന്റെ തന്ത. ഇങ്ങോട്ട് ഇറക്ക്. അടിച്ചു വരും. ഞാൻ അഡ്വാൻസ് കൊണ്ട് വന്നതാ. എന്താ വിശാലം ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ ദീദി, ഇയാൾ ചട്ടി പൊട്ടിച്ചു. ഒരു ചട്ടി പൊട്ടിയെങ്കിൽ 10 ചട്ടി വേറെ വാങ്ങിക്കാമല്ലോ. വിട്ടേക്കമ്മേ, അച്ഛന്റെ 4 ലക്ഷത്തെ ഉപദ്രവിക്കാതെ. 4 ലക്ഷം എന്നൊക്കെ ആദായ നികുതിക്കാർ കേട്ടാ നമ്മളെല്ലാം അകത്താവും. എന്തായാലും 4 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ആളെ ചേർക്കുന്നതെന്ന് അച്ഛനിപ്പോ സമ്മതിച്ചോ? എല്ലാം നിനക്ക് വേണ്ടിയാ മോളെ. ഈ തുക കിട്ടിയിട്ട് വേണം മോളെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ. ഓ, എന്തൊരഭിനയം. അപ്പൊ കാര്യങ്ങൾ പരസ്പര പൂരകമാണ്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. എന്റെ 4 ലക്ഷം കിട്ടിയിട്ട് വേണം മകളെ കല്യാണം കഴിപ്പിക്കാൻ. ലക്ഷത്തിന്റെ കാര്യം പതുക്കെ പറയാൻ പറഞ്ഞിടൂ. അഡ്വാൻസ് തുക തൽക്കാലം 1 ലക്ഷം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. 2 ലക്ഷം കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് ശരിയാവും, ഉടനെ ശരിയാവും. ഇതങ്ങ് വാങ്ങിയാട്ടെ. അല്ല, അത് ബാക്കി 3 ലക്ഷം കിട്ടിയിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്താൽ മതിയെന്നേ. അല്ല, എനിക്കിതിനൊരു രസീതി വേണം. അതൊന്നും നടക്കില്ല. ആദായ നികുതിക്കാണെങ്കിൽ നമ്മളെ 2 പേര് അകത്താക്കും. അപ്പോ ഞാൻ പുറത്തു പോയി 2 സാക്ഷികളെ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്തിന്? അല്ല സാറി തുക വാങ്ങിച്ചോന്ന് എനിക്കൊരു ഉറപ്പിന്. സാക്ഷികളല്ലോ ഈ നിൽക്കുന്നത്. ഇത് മതിയാ? പോരെങ്കിൽ ഏറ്റവും വലിയ സാക്ഷിയല്ലേ മോള് നിൽക്കുന്നത്. ആര്? കർമ്മസാക്ഷി സൂര്യഭഗവാൻ. അപ്പൊ പിന്നെ ഞാൻ നിൽക്കുന്നില്ല. ബാക്കി 3 ലക്ഷം സംഘടിപ്പിക്കണമല്ലോ. പൊട്ടിയ ചട്ടി വാങ്ങിക്കണം. എന്തൊക്കെ ആവശ്യങ്ങളാ ഈശ്വര. കുഴപ്പമില്ല ഗഫൂർക്ക, ഉറക്കം വരുമ്പോ ഒന്ന് ചാരിയിരിക്കണം, അത്ര തന്നെ. അല്ല, അതിപ്പം ആ മാത്തുക്കുട്ടി ഒന്ന് കച്ചറ ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അങ്ങനെ ഉണ്ടാവോ? ഏയ്, അങ്ങനെ ഉണ്ടാവില്ല. മേലെ പൂട്ടിയിട്ടുണ്ടോ? ഇല്ല, ബൂട്ട് റിപ്പയറിന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലേ? എവിടെ കിട്ടാൻ? അതിനാ കൊല്ലം കാണാനും ദുബായി പോയില്ലേ. ഓ, ഒറ്റ ചവിട്ടിന് വാഴനെ വിളിക്കും. പക്ഷെ വാഴന്റെ തന്തരമല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് താഴോട്ടിറങ്ങിയാ. പാത്തുക്കുട്ടി, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എന്ന് വെച്ചാ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നവൻ അല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കണം. വിട്ടുകാളെ മാത്തുക്കുട്ടി, അയാളൊരു പാവല്ലേ. ഗഫൂർ വക്കാലത്തിന് വരണ്ട. എന്നെ ചട്ടികളിലാക്കിയവനെയും വെറുതെ വിടില്ല. ഇറങ്ങി വേണം. മാത്തുക്കുട്ടി ഒന്നും ഓർക്കണം, ഞാനല്ല മാത്തുക്കുട്ടിയുടെ കാലൊടിച്ചത്. ആനി ടീച്ചറുടെ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസാ. അതേടാ, ഞാനും ആനി ടീച്ചറും തമ്മിൽ എന്താ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ പട്ടാളക്കാരന് കത്തെഴുതികളാ. ബന്ധമുണ്ടെന്ന് ഞാൻ എഴുതിയില്ല.
ഭാര്യ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എഴുതി. കാരണം എന്താ? ഒരു അധ്യാപികയുടെ മാന്യതയ്ക്ക് കറ പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ കഥ നടക്കുന്ന ജോലി ആരാണ് നിന്നെ ഏൽപ്പിച്ചത്? അന്ന് ഞാനൊരു സന്മാർഗവാദിയായിരുന്നു മാത്തുക്കുട്ടി. നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. എന്റെ കാലൊടിഞ്ഞതിന് ശേഷം അല്ലടാ. ആ കാല് നമുക്ക് ചികിത്സിച്ച് നേരെയാക്കാം മാത്തുക്കുട്ടി. എടാ നിന്നോട് താഴോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. എന്റെ ഒരു കാലിന് പകരം നിന്റെ രണ്ട് കാല്. നീ വിചാരിച്ച് മാനേജറെ നിനക്ക് കത്തയച്ചല്ലേ? അല്ലടാ, ഞാനാ അയച്ചത് നിന്നിവിടെ വരുത്താൻ. എന്റെ കാല് തല്ലോടിച്ചപ്പോ സന്തോഷിച്ച് രസിച്ച ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നോട് പകരം വീട്ടാൻ. ഐ എം വെരി സോറി മാത്തുക്കുട്ടി. ഇറങ്ങി വാടാ റാസ്കൽ. മാത്തുക്കുട്ടി, വധഭീഷണി ഉണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഉപദ്രവിച്ച മാത്തുക്കുട്ടി വെറുതെ കേസിൽ കുടുങ്ങും. ഈ തെണ്ടിയോട് തർക്കിച്ചിട്ട് കാര്യമില്ല. വാതിൽ തല്ലിപ്പൊളിക്കന്നെ. ഇന്റെ വാതിൽ ഒട്ട് കളിക്കരുത്. താൻ പോറോ. ഗഫൂർക്ക, പോലീസിന് ഫോൺ ചെയ്യ്. എടുത്തു പൊക്കടാ അച്ചായനെ. ആശുപത്രിയിലോട്ട് വിടാം. എവിടെയാ മാത്തുക്കുട്ടി? ആ ചട്ടയാളിൽ എവിടെയാണ് ചോദിച്ചത്? നിൽക്കണ പിടിക്കണേ. അടുക്കരുത്. മരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുവാ. ആനി ടീച്ചറുടെ പേര് വെച്ച് ക്ലീറ്റസിന് കമ്പി അടിച്ച താനാണെന്ന് അറിഞ്ഞു. ക്ലീറ്റസ് എന്നെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. മരിക്കാൻ ഭയം ഉണ്ടായിട്ടല്ല, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് ക്ലീറ്റസിനോട് സത്യം പറയണം. ഞാൻ അവർക്ക് കമ്പി അടിച്ചിട്ടില്ല. എങ്കിൽ നമുക്ക് ആദ്യം പോസ്റ്റ് ഓഫീസിലേക്ക് പോവാം. എനിക്കിവിടെ വേറെ പണിയുണ്ട്. അടിച്ചോടിക്കണം തെണ്ടി. പോരുത്. പോസ്റ്റ് ഓഫീസിലേക്ക് പോകാം. പിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. കമ്പി അടിച്ച കാര്യം വെളിയിലായി. താൻ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തെന്ന മാഷോട് പറയണതായത്. അല്ലെങ്കിൽ അവരുടെ തട്ടും. ആര് കമ്പി അടിച്ചെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചാൽ മതി. ഈ ചട്ടുകാലം നാറിയാണ് ചെയ്തത്. ഞാൻ നിരപരാധിയാണ്. ഈ കള്ളനായര് പറഞ്ഞിട്ടാ. മനസ്സമാധാനത്തോടെ എനിക്ക് രാജ്യത്തിന്റെ അതിർത്തി കാക്കണം. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ തട്ടും. ക്ലീറ്റസേ, സമാധാനമുണ്ട്. ക്ലീറ്റസേ, പിടിച്ചു മാറ്റണോ? ക്ലീറ്റസേ, തോക്ക് വെച്ച് കളിക്കരുത്. ക്ലീറ്റസേ, മാറാനേ പറഞ്ഞത്. പിടിച്ചു മാറ്റാൻ എത്ര മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി വെടിവെക്കരുത്. ക്ലീറ്റസേ, ക്ലീറ്റസേ, നോക്കിയത് വിടറോ? ക്ലീറ്റസേ, മാത്തുക്കുട്ടി. എന്താണ് മാത്തുക്കുട്ടി ഇതിന്റെ ഉള്ളിലാണ് കൊണ്ടേ കയ്യിട്ട് വിടുന്നുണ്ട്. ക്ലീറ്റസേ,
പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? സ്നേഹലതേ, എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ല. ഇന്നൊരു ദിവസം തണുത്ത വെള്ളത്തെ കുളിച്ചു നോക്ക്. എന്താ ഇതൊക്കെ? ചോദിച്ചു കേട്ടില്ലേ? എന്താ ചോദിച്ചത്? ഈ സദ്യവട്ടങ്ങളൊക്കെ വിശേഷിച്ചൊന്നുമില്ല. നിങ്ങൾ പോയി കുളിച്ചിട്ട് വരുമോ? ഈ പെണ്ണ് എവിടെ പോയെന്ന്? ഉടനെ വരാന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി. എങ്ങോട്ടാ പോയാ? വയസ്സ് തരുന്ന ഒരു പെണ്ണ് എങ്ങോട്ടാ പോണെന്ന് അമ്മയായി നീ ചോദിച്ചില്ലേ? എന്തായാലും വയസ്സ് തികഞ്ഞില്ലേ, ഇനി അവളുടെ കാര്യങ്ങൾ അവള് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. വിശാലം, അവള് വന്നു എന്നാ തോന്നുന്നേ. അച്ഛൻ എന്റെ കല്യാണം കഴിഞ്ഞു. പണം ചെലവാക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു. സ്കൂളിൽ ജോലി കിട്ടിയില്ലെങ്കിലും അതേ സ്കൂളിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള അധികാരം ഇപ്പൊ എന്റെ കയ്യിലായി. എന്റെ ഭാര്യയാണല്ലോ മാനേജർ. ദൈവത്തിന്റെ കളി ഭയങ്കര തമാശ അല്ലേ ഭാര്യയുടെ അച്ഛൻ? സ്നേഹലതയെ തല്ലണോ? തല്ലിക്ക. പക്ഷെ ആ തല്ല് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരണം. വേറൊന്നിനുമല്ല, ഇയാളെ ചൂടിക്കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു ബോൾ പോലാക്കി ഞാൻ കിണറ്റിലിടും. തല്ലിക്ക. ചോറും കറികളും ഒന്നും റെഡി ആയില്ലേ അമ്മേ? ഒറ്റത്ത് തന്നെ നിൽക്കാതെ ഇങ്ങ് കയറി പോരരുതോ? ഒരാളിനെ ചേർക്കാൻ അച്ഛന്റെ കോഴത്തുക 4 ലക്ഷമായിരുന്നല്ലോ. ഞങ്ങൾ ആ റേറ്റ് ഇപ്പൊ ഒന്ന് കൂട്ടി 5 ലക്ഷമാക്കി. ഉടനെ തന്നെ പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യും. ആര്? താനോ? ഞാനല്ല, മാനേജർ. അത് നമുക്ക് കാണാനാ. ശങ്കുണ്ണനോട് കളിച്ചാ കളി പഠിപ്പിക്കും. നോക്കിക്കോ. കളിക്കളത്തിന് പുറത്തു നിൽക്കുന്ന ഇയാൾ ഇനി എന്ത് കളിക്കാൻ? ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ റഫറിയുടെ തൊഴി കിട്ടും. മനസ്സിലായോ?